നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനം വന്നെത്തി. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ കാലവർഷം പിൻവാങ്ങുന്നതിന് മുൻപായി വീണ്ടും മഴ ശക്തമാകുവാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ 10 ദിവസങ്ങൾക്കുള്ളിൽ 3 ന്യൂനമർദ്ദത്തിന് സാധ്യതയുണ്ടെന്നും ഈ മാസം 25-ന് ശേഷം മഴ വീണ്ടും വ്യാപകമാകുമെന്നുമാണ് പ്രവചനത്തിലുള്ളത്. കൂടാതെ കള്ളക്കടൽ പ്രതിഭാസം മുന്നറിയിപ്പുണ്ട്. കേരള തീരത്ത് നാളെ മുതൽ രാത്രി 8:30 മുതൽ 24-ാം തീയതി ഉച്ചയ്ക്ക് 2:30 വരെ, ഇത്തരത്തിൽ കന്യാകുമാരി ജില്ലയിലെ നീരോടി മുതൽ ആരോഗ്യപുരം വരെയുള്ള തീരങ്ങളിൽ, കൂടാതെ നാളെ വൈകിട്ട് 5:30 മുതൽ 24-ാം തീയതി രാവിലെ 11:30 വരെയും 0.9 മുതൽ 1.0 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടൽ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഈ കടലാക്രമണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഈ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകും. ഇത് കാരണം അപകട മേഖലയിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കുക. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ ഒരു സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഉയർന്ന തിരമാലയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ ഈ കരയ്ക്ക് അടുപ്പിക്കുന്നതും അപകടകരമാണ്. അതുകൊണ്ട് തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്ക് അടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. കൂടാതെ ഇൻകോയിസ് മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. തീരശോഷണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് പ്രത്യേക ജാഗ്രത പുലർത്തുകയും വേണം. ഇതിനിടെ ദുഃഖകരമായ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. കയർ പൊതുമേഖലാ സ്ഥാപനമായ ഹോം മാറ്റിംഗ്സ് ഇന്ത്യ ലിമിറ്റഡിന്റെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് യുവാവ് മരിച്ച സംഭവത്തിൽ ബന്ധുക്കൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. തുറവൂർ ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡിൽ വളമംഗല പടക്ക് പുത്തൻകരി വീട്ടിൽ സുധീറിന്റെയും സുനിയുടെയും മകൻ 21-കാരനായ സയാനന്ദാണ് ഇത്തരത്തിൽ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 5-നായിരുന്നു അപകടമുണ്ടായത്. സ്ഥാപനത്തിലെ പ്രവർത്തികൾ കരാറെടുത്തിരുന്ന വളമംഗലം സ്വദേശികളായ മധു, പൊന്നൻ എന്നിവരെയും സ്ഥാപനത്തിലെ മാനേജിംഗ് ഡയറക്ടറെയും പ്രതി ചേർത്താണ് പരാതി നൽകിയിരിക്കുന്നത്. മാതാപിതാക്കളുടെ അറിവോ സമ്മതവും ഇല്ലാതെയാണ് വിദ്യാർത്ഥിയായ മകനെ ഇവർ ജോലിക്ക് കൊണ്ടുപോകുന്നതും ഉയരത്തിൽ കയറി പരിചയമില്ലാത്ത മകനെ കനത്ത മഴയിൽ വഴുകിയ ആസ്ബറ്റോസ് ഷീറ്റിന്റെ ഉയരത്തിൽ ഒറ്റയ്ക്ക് കയറ്റിവിട്ടതാണ് അപകട കാരണമെന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ജില്ലയിൽ അന്നേ ദിവസം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് അപകടമുണ്ടായത്. ഈ കൊടുമഴയിൽ മുൻപരിചയമില്ലാത്തൊരു ജോലി ചെയ്യുകയായിരുന്നു. അതായത് ഇത്തരം പ്രവർത്തികളിൽ സയാന്തിന് ഒരു പരിചയവുമില്ലെന്നാണ് കൂട്ടിക്കൊണ്ടുപോയവർക്ക് അറിവുള്ളതാണ്. ഇതിനൊപ്പം ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഇത്തരത്തിൽ ഒരു ജോലി, ഉയരത്തിൽ കയറ്റിയുള്ള ഒരു ജോലിയൊക്കെ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഇക്കണോമിക്സിൽ BA പൂർത്തിയാക്കി ഏറ്റുമാനൂർ ITIയിൽ പ്രവേശനം കാത്തിരുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ഈ അപകടത്തെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം നടത്തി മകന്റെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നുമാണ് പരാതിയിലെ ആവശ്യം. സയാന്തിന്റെ അച്ഛൻ സുധീറാണ് പരാതി നൽകിയിരിക്കുന്നത്.